ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് ചപ്പാത്തിയുടെയും പത്തിരിയുടെയും പുട്ടിൻ്റെയും ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന കോളിഫ്ലവർ വെച്ചിട്ട് വറുത്തരച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ ആദ്യം നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അല്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ കോളിഫ്ലവർ ഇട്ട ശേഷം എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒരു മിക്സ് റെഡിയാക്കണം. ഇതിലേക്ക് ഇനി കോളിഫ്ലവർ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിരുന്നത്, അല്പം ഉപ്പും കൂടെ നമുക്കിപ്പോൾ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആകുമ്പോഴേക്കും കോളിഫ്ലവർ എല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് കോളിഫ്ലവർ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കോളിഫ്ലവർ വേവിച്ചിട്ട് വേണമെങ്കിലും കറിയിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇതൊരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ ഇവിടെ നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയിലോട്ട് ഇനി നമുക്ക് അല്പം വേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 3 ചുവന്നുള്ളി, 5 വെളുത്തുള്ളി, 2 ഉണക്കമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ തേങ്ങയെല്ലാം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലല്പം വെള്ളം ചേർത്ത് ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനായിട്ട് ഒരു ചട്ടി വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴച്ചെടുക്കണം. ഇപ്പോൾ സവാള എല്ലാം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ½ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റോസ്മെല്ല് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ റോസ്മെല്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ½ ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി ഇതെല്ലാം കൂടെ നന്നായി റോസ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് വറുത്തരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം.
തേങ്ങ അരച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തിളച്ച് വരുന്ന മൂടി വെച്ച് കൊടുക്കാം. നമ്മളിത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ട് അധികം നേരം ഇട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ടിട്ട് ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും മസാലകളെല്ലാം കോളിഫ്ലവറിൽ നന്നായി പിടിച്ചു വരാനാണ്. കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കറി വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. കറി താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ച അതേ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിട്ട് നമുക്കൊരു 5 ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറായി വരണം. നമുക്ക് അല്പം വേപ്പില കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോളിഫ്ലവർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് കോളിഫ്ലവർ ഇട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്